മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ഊർവശിയെക്കുറിച്ച് കേൾക്കാൻ മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ്. ഊർവശിയുടെ ജീവിതത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചു നോക്കിയാലോ? ഊർവശിയുടെ യഥാർത്ഥ പേര് കവിതാ രഞ്ജിനി എന്നായിരുന്നു. ചവറ വി.പി. നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായി ജനനം. കൊല്ലമാണ് സ്വദേശം. പിന്നീട് കുടുംബം തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി. അച്ഛനും അമ്മയും പ്രശസ്ത നാടക നടീനടന്മാരായിരുന്നു. മുത്തശ്ശനായ ശൂരനാട് കുഞ്ഞൻപിള്ള മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനും ആയിരുന്നു. സഹോദരങ്ങളായ കൽപ്പനയും കലാരഞ്ജനിയും കൂടാതെ പ്രിൻസ്, കമൽ റോയ് എന്നിങ്ങനെ 2 സഹോദരന്മാരും ഊർവശിക്കുണ്ട്. ലയനം എന്ന സിനിമയിൽ അഭിനയിച്ച പ്രിൻസ് 17-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. 1979 തന്റെ 10-ാം വയസ്സിൽ കതിർ മണ്ഡപം എന്ന മലയാള സിനിമയിൽ ജയഭാരതിയുടെ മകളായിട്ടാണ് ഊർവശി സിനിമാ രംഗത്തേക്ക് കാലെടുത്തു വെച്ചത്. ആദ്യമായി നായികയായി അഭിനയിച്ചത് തുടരും ഉറവ് എന്ന 1983 ചിത്രീകരണം പൂർത്തിയായ സിനിമയിലാണ്. അതും വെറും 13-ാമത്തെ വയസ്സിൽ. എന്നാൽ ആദ്യം റിലീസ് ചെയ്ത ചിത്രം കെ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത മുന്താണൈ മുടിച്ചു ആയിരുന്നു. അന്നത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അത്. പിന്നെ അങ്ങോട്ട് സ്വന്തം പഠനത്തിന് പോലും സമയം കിട്ടാത്ത രീതിയിൽ തിരക്കുള്ള നടിയായി ഊർവശി മാറിയിരുന്നു. 2000 മെയ് 2 ഊർവശി മനോജ് കെ ജയനെ വിവാഹം ചെയ്യുന്നു. 2001 ഇരുവർക്കും തേജലക്ഷ്മി എന്ന മകൾ ജനിക്കുന്നു. എന്നാൽ 2008 ഇരുവരും വേർപിരിയുന്നു. 2013 ഊർവശി തന്റെ കുടുംബ സുഹൃത്തായ ശിവപ്രസാദിനെ വിവാഹം ചെയ്യുന്നു. 2014 ഇവർക്ക് ഇഷാൻ പ്രജാപതി എന്ന മകൻ ജനിക്കുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി 200ഓളം ചിത്രങ്ങളാണ് ഊർവശി അഭിനയിച്ചിട്ടുള്ളത്. തന്റെ അഭിനയ ജീവിതത്തിൽ 1 ദേശീയ പുരസ്കാരവും 6 കേരള സംസ്ഥാന പുരസ്കാരങ്ങളും 2 തമിഴ്നാട് സംസ്ഥാന പുരസ്കാരങ്ങളും മറ്റു ഒട്ടനവധി അംഗീകാരങ്ങളും ഊർവശിയെ തേടിയെത്തി. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറാണ് ഊർവശി എന്ന് നിസ്സംശയം പറയാം.